ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ അത്. അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണ ഒന്നാണ്. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ റാഗി എടുക്കുന്നുണ്ട്. ഈ 2 ടേബിൾ സ്പൂണ് നമ്മൾ 1.5 കപ്പ് വെള്ളമാട്ടോ ഒഴിക്കണേ. അത് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണേ. കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ വേണം ഉടച്ചെടുക്കാൻ. നല്ല പോലെ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മൾ ഉടച്ചെടുത്തേക്കണേ. കണ്ടോ, ഈ ഒരു ഫോമിലാട്ടോ വേണ്ടേ. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുന്നുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കണേ. ഇതൊന്ന് കുറുക്കി വരണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഐറ്റം റെഡി ആവണ ഒരു അടിപൊളി ഹെൽത്തി സ്മൂത്തി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, അതേ ഇതുപോലെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാവണേ. അപ്പോഴാണ് ഇത് റാഗി നല്ലപോലെ ഒന്ന് വെന്തോന്ന് നമുക്കറിയാൻ പറ്റുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് സ്മൂത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു റോബസ്റ്റ പഴം ചേർക്കുന്നുണ്ട്. ഒന്ന് മൊത്തത്തിൽ തന്നെ ചേർക്കാം കേട്ടോ. നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ല ഫ്രഷ് ഈന്തപ്പഴം കേട്ടോ. അപ്പോൾ അതും ചേർക്കുന്നുണ്ട്. ഒരു 5 എണ്ണം നമുക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു 5 എണ്ണം ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയേ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാഷ്നട്ടോ ആൽമണ്ടോ ഒക്കെ ചേർക്കാം കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. നല്ല നമ്മുടെ സ്മൂത്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തി ആട്ടോ. ഇനി ഒന്ന് ഡെക്കറേഷന് വേണ്ടി നമ്മൾ കുറച്ച് ഡേറ്റ്സും അതുപോലെ നമ്മൾ കുറച്ച് സീഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.